ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വിവാദമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു ടെലിവിഷൻ ചാനൽ ഉണ്ടാകില്ല. മംഗളം ടി എന്ന വാർത്താ ചാനലിന്റെ ജനനവും മരണവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെ നാടകീയമായ ഒരു തുടക്കമായിരുന്നു മംഗളം ചാനലിൽ ലഭിച്ചത്. ആദ്യ ദിവസം തന്നെ ഒരു സംസ്ഥാന മന്ത്രിയെ രാജിവെപ്പിച്ച വാർത്തയുമായാണ് അവർ വന്നത്. എന്നാൽ ആ വലിയ തുടക്കത്തിൽ നിന്നും വളരെ വേഗം ആ ചാനൽ തകർന്നു വീണു. അതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മാധ്യമ ധാർമ്മികത എന്ന വിഷയത്തിൽ ഈ കഥ വലിയൊരു പാഠമാണ്. മംഗളം ടിവിയുടെ ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് മംഗളം എന്ന സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ അറിയണം. കേരളത്തിൽ വളരെ വലിയ വേരുകളുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമാണ് മംഗളം. മംഗളം വാരികയും മംഗളം ദിനപത്രവും വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതമാണ്. ലക്ഷക്കണക്കിന് വായനക്കാർ അവർക്കുണ്ടായിരുന്നു. അച്ചടി മാധ്യമ രംഗത്ത് വലിയ വിജയം നേടിയ ശേഷമാണ് അവർ ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ടെലിവിഷൻ വാർത്താ ചാനലുകൾക്ക് വലിയ സ്വാധീനം ലഭിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. അങ്ങനെ മംഗളം ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ വാർത്താ ചാനൽ തുടങ്ങാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അജിത് കുമാർ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു ചാനലിന്റെ സിഇഒ ആയി ചുമതലയേറ്റത്. പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും മംഗളം ടിവിയിൽ ജോലിയിൽ പ്രവേശിച്ചു. വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് അവർ ചാനലിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മറ്റു വാർത്താ ചാനലുകൾക്ക് വലിയൊരു എതിരാളി ആയിരിക്കും മംഗളം ടിവി എന്ന് എല്ലാവരും കരുതി. 2017 മാർച്ച് 26-നാണ് മംഗളം ടിവി ഔദ്യോഗികമായി സംപ്രേഷണം ആരംഭിക്കുന്നത്. അന്നത്തെ ദിവസം കേരളം ഒരിക്കലും മറക്കില്ല. ചാനൽ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാകുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വാർത്തയാണ് വരാൻ പോകുന്നതെന്ന് അവർ പരസ്യങ്ങൾ നൽകി. ജനങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ 2017 മാർച്ച് 26-ന് രാവിലെ മംഗളം ടിവി ആ വാർത്ത പുറത്തുവിട്ടു. അന്നത്തെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെതിരെയായിരുന്നു ആ വാർത്ത. മന്ത്രി ഒരു സ്ത്രീയോട് ഫോണിലൂടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് അവർ പുറത്തുവിട്ടത്. മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിരുന്നു AK ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേരളത്തിൽ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചാനൽ പ്രതിനിധികൾ പല വിശദീകരണങ്ങളും നൽകി. ഒരു വീട്ടമ്മയാണ് തങ്ങൾക്ക് ഈ ശബ്ദരേഖ നൽകിയത് എന്നായിരുന്നു ചാനൽ സിഇഒ അജിത് കുമാർ അന്ന് പറഞ്ഞത്. മന്ത്രിക്ക് പരാതി നൽകാനെത്തിയ ആ വീട്ടമ്മയുടെ ഫോൺ നമ്പർ മന്ത്രി വാങ്ങിച്ചു. പിന്നീട് അവരെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുകയായിരുന്നു എന്ന് ചാനൽ അവകാശപ്പെട്ടു. പരാതിക്കാരിയായ വീട്ടമ്മയുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു. ഇരയുടെ ശബ്ദം പോലും ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നില്ല. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ വാർത്ത ചർച്ച ചെയ്തു. വലിയ ജനരോഷം മന്ത്രിക്കെതിരെ ഉയർന്നു വന്നു. രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. ഒടുവിൽ ആ വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ മന്ത്രി AK ശശീന്ദ്രൻ തന്റെ സ്ഥാനം രാജിവെച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തന്റെ പാർട്ടിക്കും മുന്നണിക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ രാജിവെക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വാർത്താ ചാനൽ തുടങ്ങി ആദ്യ ദിവസം തന്നെ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചത് മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. മംഗളം ടിവി തങ്ങളുടെ ഈ നേട്ടം വലിയ രീതിയിൽ ആഘോഷിച്ചു. തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് അവർ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ചാനലിന്റെ റേറ്റിംഗ് വലിയ രീതിയിൽ വർദ്ധിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച വാർത്താ ചാനൽ എന്ന പേര് ഒറ്റ ദിവസം കൊണ്ട് അവർ നേടിയെടുത്തു. എന്നാൽ ഈ വലിയ വിജയം അധിക ദിവസം നിലനിന്നില്ല. പിന്നീട് കണ്ടത് വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. മന്ത്രിയുടെ രാജിയോടെ വാർത്തയുടെ യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിക്കാൻ പലരും തുടങ്ങി. മറ്റു മാധ്യമ പ്രവർത്തകരും പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോഴാണ് ചാനൽ പറഞ്ഞ പല കാര്യങ്ങളും കളവാണെന്ന് ആളുകൾക്ക് സംശയം തോന്നിയത്. ഒരു വീട്ടമ്മ മന്ത്രിയെ വിളിച്ചാൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സംഭാഷണം ഉണ്ടാകുക എന്ന് പലരും ചോദിച്ചു. ഇത് മനഃപൂർവ്വം മന്ത്രിയെ കുടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന സംശയം ശക്തമായി. ഇതിനെ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നോ ഹണി ട്രാപ്പ് എന്നോ വിളിക്കാമോ എന്ന ചർച്ചകൾ സജീവമായി. എന്നാൽ തങ്ങൾ നടത്തിയത് സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെന്നും ഒരു പരാതിക്കാരി തങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത് എന്നും മംഗളം സിഇഒ അജിത് കുമാർ വീണ്ടും വീണ്ടും പറഞ്ഞു. ശബ്ദം മന്ത്രിയുടേതല്ല എന്ന് തെളിഞ്ഞാൽ ചാനൽ അടച്ചുപൂട്ടും എന്നുവരെ അദ്ദേഹം വെല്ലുവിളിച്ചു. എന്നാൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നു. ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തക തന്നെയാണ് മന്ത്രിയെ വിളിച്ചത് എന്ന് കണ്ടെത്തി. ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചാനൽ അധികൃതർ തന്നെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത്. പരാതിക്കാരിയായ വീട്ടമ്മ എന്നൊരാൾ ഇല്ലായിരുന്നു. ഇതോടെ മംഗളം ടിവി വലിയ പ്രതിസന്ധിയിലായി. തങ്ങൾ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് തെളിഞ്ഞതോടെ ജനങ്ങൾ ചാനലിനെതിരെ തിരിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ കുറ്റപ്പെടുത്തി. ഒരു വ്യക്തിയെ മനഃപൂർവ്വം കെണിയിൽ വീഴ്ത്തുന്നത് ശരിയായ പത്രപ്രവർത്തനമല്ല എന്ന് പലരും തുറന്നടിച്ചു. വിവാദം വലിയ രീതിയിൽ കൈവിട്ടു പോയതോടെ മംഗളം ടിവിക്ക് തങ്ങളുടെ തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. പരാതിക്കാരി വീട്ടമ്മയല്ലെന്നും തങ്ങളുടെ വനിതാ റിപ്പോർട്ടറാണ് മന്ത്രിയോട് സംസാരിച്ചത് എന്നും സിഇഒ അജിത് കുമാർ ഒരു തത്സമയ പരിപാടിയിലൂടെ സമ്മതിച്ചു. ജനങ്ങളോട് അദ്ദേഹം പരസ്യമായി മാപ്പ് പറഞ്ഞു. അഴിമതിയും തെറ്റായ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഈ മാപ്പപേക്ഷ ആരും സ്വീകരിച്ചില്ല. അതുവരെ അവർ പറഞ്ഞ നുണകൾ ജനങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ എന്തിനാണ് നുണകൾ പറഞ്ഞത് എന്ന് ആളുകൾ ചോദിച്ചു.
കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ മംഗളം ടിവിയുടെ ഈ പ്രവൃത്തിയെ ശക്തമായി അപലപിച്ചു. ഇത് മാധ്യമ സമൂഹത്തിന് മൊത്തം നാണക്കേട് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയനിൽ നിന്നും മംഗളം സിഇഒ അജിത് കുമാറിനെ അവർ പുറത്താക്കി. ചാനലിലേക്ക് നിരവധി സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. വനിതാ മാധ്യമ പ്രവർത്തകർ ചാനൽ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാര്യങ്ങൾ ഇത്രത്തോളം വഷളായതോടെ കേരള സർക്കാർ ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെയും ക്രൈംബ്രാഞ്ചിനെയും ചുമതലപ്പെടുത്തി. ഇതുകൂടാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെയും സർക്കാർ നിയമിച്ചു. PS ആന്റണി കമ്മീഷനാണ് ഈ കേസ് അന്വേഷിച്ചത്. പോലീസ് അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിച്ചു. ഗൂഢാലോചന നടത്തിയതിനും തെറ്റായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്തതിനും പോലീസ് കേസെടുത്തു. ചാനൽ മേധാവി അടക്കം 9 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു. 2017 ഏപ്രിൽ മാസത്തിൽ മംഗളം സിഇഒ അജിത് കുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പോലീസിന് മുൻപിൽ ഹാജരായി. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അവരിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിഇഒ R അജിത് കുമാർ, റിപ്പോർട്ടർമാരായ MB സന്തോഷ്, ജയചന്ദ്രൻ, ഫിറോസ് അലി മുഹമ്മദ്, SV പ്രദീപ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു അറസ്റ്റ് നടക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഈ അറസ്റ്റ് മാധ്യമ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പോലീസ് നടപടി പ്രതികാര ബുദ്ധിയോടെയാണെന്ന് മംഗളം പത്രം ആരോപിച്ചു. അറസ്റ്റിന് പിന്നാലെ മംഗളം TV തങ്ങളുടെ ചാനലിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. അവരുടെ വാർത്തകൾ കറുത്ത പശ്ചാത്തലത്തിലാണ് സംപ്രേഷണം ചെയ്തത്. അറസ്റ്റ് ഒഴിവാക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. അറസ്റ്റിലായ മാധ്യമ പ്രവർത്തകർക്ക് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇത് ചാനലിന്റെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തു. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥാനം ഇല്ലാതായി. ഇതിനിടയിൽ ജുഡീഷ്യൽ കമ്മീഷൻ തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. മംഗളം TVക്കെതിരെ വളരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ചാനൽ നടത്തിയത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി. മംഗളം ടെലിവിഷന്റെ ലൈസൻസ് റദ്ദാക്കാൻ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു. അതുകൂടാതെ ചാനൽ സിഇഒ അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മംഗളം TV കൂടുതൽ പ്രതിസന്ധിയിലായി. പരസ്യങ്ങൾ നൽകുന്ന പല കമ്പനികളും ചാനലിൽ നിന്നും പിന്മാറി. ഇത് സ്ഥാപനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഒരു വാർത്താ ചാനലിന് പ്രവർത്തിക്കാൻ ഏറ്റവും അത്യാവശ്യം പരസ്യ വരുമാനമാണ്. അത് നിലച്ചതോടെ ചാനലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റി. പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ചാനലിന് ഉള്ളിലും വലിയ കലാപങ്ങൾ തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. മാസങ്ങളോളം ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടിലായി. ഇതിനെതിരെ പലരും പരസ്യമായി രംഗത്ത് വന്നു. പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും ചാനലിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി. 2017 നവംബർ മാസത്തിൽ ചാനലിൽ വലിയ മിന്നൽ പണിമുടക്കുകൾ നടന്നു. ജീവനക്കാർ ജോലി ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ പല ദിവസങ്ങളിലും വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ചാനലിന്റെ COO ആയിരുന്ന സുനിത ദേവദാസിന് തൽസ്ഥാനം നഷ്ടപ്പെട്ടു. മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ജീവനക്കാരുടെ സമരവുമാണ് കാരണം. ജീവനക്കാർ ഒരു മുന്നറിയിപ്പും നൽകാതെ സമരം ചെയ്തത് ചാനലിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ചാനലിന് മുന്നിൽ വലിയ സമരങ്ങൾ അരങ്ങേറി. സ്ഥാപനത്തിനുള്ളിലെ ഈ പ്രശ്നങ്ങൾ മംഗളം TVയെ പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകരെല്ലാം പോയതോടെ വാർത്തകളുടെ നിലവാരം കുറഞ്ഞു. ആളുകൾ ചാനൽ കാണുന്നത് പൂർണ്ണമായും നിർത്തി. റേറ്റിംഗ് ഏറ്റവും താഴെയെത്തി. ഒരു വശത്ത് സർക്കാരിന്റെയും പോലീസിന്റെയും കേസുകൾ, മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിയും ജീവനക്കാരുടെ സമരങ്ങളും. ഇതിൽ നിന്നൊന്നും കരകയറാൻ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ സ്ഥാപനത്തിനുണ്ടായി. അവസാനം ഒരു വഴിയുമില്ലാതെ ചാനൽ പൂട്ടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. വളരെ കുറച്ചുനാൾ മാത്രം പ്രവർത്തിച്ച ഒരു ചാനൽ അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. കൃത്യമായി ഏതു ദിവസമാണ് ചാനൽ പ്രവർത്തനം നിർത്തിയത് എന്നതിനേക്കാൾ ആ സ്ഥാപനം എങ്ങനെ സ്വയം ഇല്ലാതായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തു വളഞ്ഞ വഴിയും സ്വീകരിക്കാമെന്ന ചിന്തയാണ് അവരെ നശിപ്പിച്ചത്. മംഗളം TVയുടെ ജനനവും മരണവും നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല. മാധ്യമങ്ങൾ സമൂഹത്തിൽ വളരെ വലിയൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ്. സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് അവരുടെ കടമ. ജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുത്ത് ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല. ഒരാളെ മനഃപൂർവ്വം കെണിയിൽ വീഴ്ത്തി അത് വലിയ വാർത്തയാക്കി മാറ്റുന്നത് മാധ്യമ ധാർമ്മികതയ്ക്ക് എതിരാണ്. കുറുക്കു വഴികളിലൂടെ നേടുന്ന വിജയം അധികകാലം നിലനിൽക്കില്ല എന്ന് മംഗളം TVയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിവസം അവർ നേടിയ വലിയ വിജയം അവരുടെ സത്യസന്ധതയില്ലായ്മ കാരണം വളരെ പെട്ടെന്ന് ഇല്ലാതായി. എക്കാലത്തും മാധ്യമ വിദ്യാർത്ഥികൾക്കും പത്രപ്രവർത്തകർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് മംഗളത്തിന് സംഭവിച്ച ഈ തകർച്ച. മാധ്യമങ്ങൾ എപ്പോഴും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. ഒരു വാർത്ത നൽകുമ്പോൾ അത് സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ചിന്തിക്കണം. വെറും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ അപകടമാണ്. മംഗളം TVക്ക് സംഭവിച്ച ഈ ദുരന്തം ഭാവിയിൽ മറ്റ് മാധ്യമങ്ങൾക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ മംഗളം TVയുടെ ഈ കഥ നമ്മെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു.